ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡെയിലി അനാലിസിസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. നമുക്ക് നിഫ്റ്റി ചാർട്ട് നോക്കാം. നിഫ്റ്റി ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്കൊരു ഡൗട്ട് ഉണ്ട്. അതാണ് ഇന്നലത്തെ ക്ലോസിങ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഈ ക്ലോസിങ് നമ്മുടെ ഈ ക്രിട്ടിക്കൽ സോണിൻ്റെ മുകളിലാണ് ക്ലോസ് ആയത്. സോ ഗ്യാപ്പ് അപ്പ് ഓപ്പണായി ഷാർപ്പ് അപ്പ് മൂവ്മെൻ്റ് ആയിരുന്നു, കണ്ടിന്യൂസ് അപ്പ് മൂവ്മെൻ്റ് ആയിരുന്നു. സോ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ നമ്മുടെ സോർട്ടിംഗ് പൊസിഷൻ എവിടെയാണോ ഉള്ളത്, ഇവിടെയാണ് നമ്മുടെ സോർട്ടിംഗ് പൊസിഷൻ വന്നത്, ഈ ഏരിയയിൽ. സോ ആ ഏരിയയിൽ പ്രൈസ് വരുമ്പോൾ നിങ്ങളുടെ എക്സിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അത് കഴിഞ്ഞൊരു ബുള്ളിഷ് പാറ്റേണിലോട്ട് പോകുന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെയാണ് അത് ആ ഒരു സോൺ ക്രോസ് ചെയ്തു. അവിടെ നിന്നാണ് സെല്ലിങ്. ഫസ്റ്റ് 5 മിനിറ്റ് ക്യാൻഡിൽ ഒരു അപ്വേർഡ് മൂവ്മെന്റ് ഉണ്ട്, അവിടെ നിന്ന് സെല്ലായി. പക്ഷെ ആ മൂവ്മെന്റ് ആ ഏരിയ ക്രോസ് ആയതിനു ശേഷം പിന്നെ കണ്ടിന്യൂസ് മൂവ്മെന്റ് ആണ്. അതാണ് ഞാൻ ആ ഏരിയ പ്രൈസ് വരാണെങ്കിൽ നിങ്ങളുടെ എക്സിറ്റ് ചെയ്യാൻ പറഞ്ഞത്. കാരണം പ്രീമിയം ഡിക്ക് നിങ്ങൾക്ക് നല്ലൊരു എമൗണ്ട് കിട്ടിയിട്ടുണ്ടാവും. സോ അതേപോലെ തന്നെ അത് ഓപ്പണായി, ഗ്യാപ്പ് അപ്പ് ഓപ്പണായി ആ ഏരിയയിൽ പ്രൈസ് വന്നപ്പോൾ അത് അപ്വേർഡ് മൊമെന്റത്തിലോട്ട് പോയി. ഓക്കെ, സോറി. സോ അതാണ് ഞാൻ ആ ഏരിയയിൽ ക്ലോസ് ചെയ്യാൻ പറഞ്ഞത്. ഇപ്പോൾ ആക്ച്വലി ഇപ്പോൾ നമ്മൾ ഡെയിലി ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ നല്ലൊരു ക്യാൻഡിലാണ് ഫോം ആയിട്ടുള്ളത്. നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിലാണ് ഫോം ആയിട്ടുള്ളത്. ഞാൻ പറഞ്ഞു, ഈ ഒരു ബ്രിഡ്ജിങ് ഇപ്പം എങ്ങനെയാണോ രണ്ട് ക്യാൻഡിലിന്റെ ബ്രിഡ്ജിങ് ആയിട്ടുള്ള സപ്പോർട്ട് ആവും, അതേപോലെ തന്നെ രണ്ട് ക്യാൻഡിലിന്റെ ബ്രിഡ്ജിങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. സോ ആ ഒരു ഏരിയ ഈ രണ്ട് നെഗറ്റീവ് ക്യാൻഡിലിന്റെ അവിടെ നിന്ന് തന്നെ സെല്ലിംഗ് ഉണ്ടായി. സ്ലൈഡ് സെല്ലിംഗ് ആയിരുന്നു, വേറെ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഒരു പോസിറ്റീവ് ക്ലോസിംഗ് തന്നെയാണ്. സോ നിങ്ങൾക്ക് ഇതിന്റെ മുകളിലോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഷോർട്ട് ഇവിടെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് പൊസിഷൻ എടുക്കാം. ഓക്കെ, ഞാൻ പക്ഷേ ഈ ഒരു വീക്ക്ലി ക്യാൻഡിൽ ഡൗട്ട് ആയതുകൊണ്ടാണ് ഞാനത് പൊസിഷൻസ് ലോങ് എടുക്കണ്ടെന്ന് പറയുന്നത്. നിങ്ങൾക്ക് ചെറിയ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ട്രൈ ചെയ്യാം, ബട്ട് നോക്കുക എത്രത്തോളം മുകളിലോട്ട് പോകുമെന്ന്. ഓക്കെ, ബാങ്ക് നിഫ്റ്റി വളരെ നല്ലൊരു പോസിറ്റീവ് ക്യാൻഡിൽ ഫോം ചെയ്യുന്നുണ്ട്. വീക്ക്ലി ക്യാൻഡിൽ നമുക്ക് നല്ലൊരു പോസിറ്റീവ് ക്യാൻഡിൽ കിട്ടുകയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് വീക്ക് ബാങ്ക് നിഫ്റ്റി വീക്ക്ലി പൊസിഷൻസ് എടുക്കാം. 5 മിനിറ്റ് നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഓപ്പണായി, പക്ഷെ ബാങ്ക് നിഫ്റ്റി ഓപ്പണായി പിന്നെ കണ്ടിന്യൂസ് മൂവ്മെന്റും തന്നെ ആയിരുന്നു. നിഫ്റ്റി പോലെ തന്നെ ആയിരുന്നു, ചെറിയ സെൽ ഓഫ് വന്നു, അത് കഴിഞ്ഞ് കണ്ടിന്യൂസ് മൂവ്മെന്റും തന്നെ ആയിരുന്നു. ഓക്കെ, സോ ബാങ്ക് നിഫ്റ്റി നല്ലൊരു മൂവ്മെന്റ് ഉണ്ടായിരുന്നു. നമുക്ക് ബിറ്റ്കോയിൻ നോക്കാം. ഡെയിലി ക്യാൻഡിൽ ബിറ്റ്കോയിൻ ഒന്ന് അനാലിസ് ചെയ്ത് നോക്കാം. ഡെയിലി ക്യാൻഡിൽ ആ ഒരു സോണിൽ തന്നെയാണ്, നമ്മൾ എന്നും പറയുന്ന പോലെ അത് ഒരേ സോണിൽ തന്നെയാണ്. അവിടെ നിന്നൊരു മൊമെന്റം മുകളിലോട്ടോ താഴോട്ടോ ഇതുവരെയും പോയിട്ടില്ല. നമുക്ക് മേ ബി നെക്സ്റ്റ് ഇയറിനുള്ളൊരു മൊമെന്റം ആയിരിക്കും എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, നിഫ്റ്റി സ്മോൾ ക്യാപ്പ് എടുക്കുകയാണെങ്കിൽ ഞാൻ നിഫ്റ്റി സ്മോൾ ക്യാപ്പ് പറഞ്ഞില്ലായിരുന്നു, ഒരു ഡബ്ല്യു പാറ്റേൺ ഉണ്ടായി. ഡബ്ല്യു പാറ്റേണിന്റെ നെക്കിൽ തന്നെയാണ് സപ്പോർട്ട് എടുത്തിട്ടുണ്ട്, പോസിറ്റീവ് തന്നെയാണെന്ന് ഇന്നലെ പറഞ്ഞായിരുന്നു. സോ നല്ലൊരു മൊമെന്റം നിഫ്റ്റി സ്മോൾ ക്യാപ്പിലുണ്ടായിരുന്നു. 1.17% അപ്പായിരുന്നു. നിഫ്റ്റി മിഡ് ക്യാപ്പ്, നിഫ്റ്റി സ്മോൾ ക്യാപ്പിന്റെ അത്ര ഒരു പോസിറ്റീവ് അല്ല, ബട്ട് ഓവറോൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി മിഡ് ക്യാപ്പ് ഒരു ടോപ്പിലാണ്. പക്ഷെ സ്മോൾ ക്യാപ്പ് നോക്കുകയാണെങ്കിൽ നല്ലൊരു മൂവ്മെന്റ് ഫോൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് നിഫ്റ്റി സ്മോൾ ക്യാപ്പ് ഈ ഒരു ഏരിയയിലാണ്. നിഫ്റ്റി മിഡ് ക്യാപ്പ് ഓൾ ടൈം ഹൈൻ്റെ ആ റേഞ്ചിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. ഓക്കെ, നമുക്ക് സിൽവർ ഒന്ന് നോക്കാം. സിൽവർ നെഗറ്റീവ് ആയിട്ടുണ്ട്. ഞാൻ ഒരു ഫസ്റ്റ് ക്യാൻഡിൽ ഉണ്ടായി, അത് ക്രോസ് ആയിട്ടില്ല, ബട്ട് ഒരു നെഗറ്റീവ് പോലെ തോന്നുന്നുണ്ട്. ഇവിടെ കൺസോൾട്ടേറ്റീവ് ഫോൾ ആയിട്ട് ഇതുവരെ വരാനുള്ള 66.7 ആ റേഞ്ചിൽ വരാനുള്ള ചാൻസ് കാണുന്നുണ്ട്. ഗോൾഡ് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു, ഇന്നലെ ഈ ക്യാൻഡിൽ കണ്ടപ്പോൾ, ഈ ക്യാൻഡിൽ ബുള്ളിഷ് ആയിരുന്നപ്പോഴേ ഞാൻ പറഞ്ഞായിരുന്നു നെഗറ്റീവ് ആണെന്ന്. അത് കഴിഞ്ഞ് പിന്നെയും ഫോൾ ആയി. പക്ഷേ നമ്മുടെ ടാർഗറ്റ് ഇതുവരെയാണ് 4,200 വരെയാണ് നമ്മുടെ ടാർഗറ്റ്. നമ്മൾ നോക്കാം അതുവരെ എത്തുമെന്ന്. സ്റ്റോപ്പ് ലോസ് ചെറിയ സ്റ്റോപ്പ് ലോസ് വെച്ചാൽ മതിയാവും. ഇതിന്റെ 50% വെച്ചാൽ മതിയാവും. ഇവിടെ സെല്ലിംഗ് എടുത്ത് ഈ ഒരു ഗ്രീൻ ക്യാൻഡിലിന്റെ ലോ ക്രോസ് ചെയ്ത് ട്രേഡ് എടുത്തവർക്ക് ഇതിന്റെ കുറച്ചും കൂടെ ട്രെയിൽ ചെയ്യാം സ്റ്റോപ്പ് ലോസ്. ഓക്കെ, സോ അതെല്ലാമാണ് ചാർട്ട് അനാലിസിസ്. നമുക്ക് ഇൻഡെക്സ് മാപ്പ് നോക്കുകയാണെങ്കിൽ എല്ലാ ഇൻഡെക്സും, ബ്രോഡർ ഇൻഡെക്സ് എല്ലാം പോസിറ്റീവ് ആയിരുന്നു. നിഫ്റ്റി 50ൽ JSW സ്റ്റീൽ 4.88, ONGC 2.46, ടാറ്റാ സ്റ്റീൽ 2.35 അപ്പായിരുന്നു. ഗ്രാസിം 0.31, ടെക്കം 0.85, TCS 1.13 ഡൗൺ ആയിരുന്നു. നെക്സ്റ്റ് 50 നോക്കുകയാണെങ്കിൽ VPCL 3.78, IOC 2.95, ബജാജ് ഹോൾഡിംഗ് 2.94, എൻട്രിൻ 0.76, അദാനി പവർ 1.22, ഹിന്ദുസ്ഥാൻ സിങ്ക് 2.08 ഡൗൺ ആയിരുന്നു. മിഡ് ക്യാപ്പ് 150 എന്ന് നോക്കാം.
Hindustan Petroleum to 6.56. ഗുജറാത്ത് ഗ്യാസ് ലിമിറ്റഡ് 5.63, സെയിൽ 4.31 അപ്പായിരുന്നു. NLC ഇന്ത്യ 1.60, സ്വിഗ്ഗി 1.99, ഐഡിയ വോഡാഫോൺ ഐഡിയ നല്ലൊരു ഫോൾ ആയിരുന്നു 11.53. ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ന്യൂസിൽ. സ്മോൾ ക്യാപ് 250 നോക്കുകയാണെങ്കിൽ ഗ്രാഫൈറ്റ് 8.99, ദീപക് ഫെർട്ടിലൈസർ 6.70, HFCL 6.38. ഹിന്ദുസ്ഥാൻ കോപ്പർ കുറച്ച് നാളത്തെ ബുൾ റണ്ണിന് ശേഷം ഒരു ചെറിയൊരു ഫോൾ ഉണ്ടായിട്ടുണ്ട്, റിട്രേസ്മെന്റ് 2.82. ആശ ഇന്ത്യ 3.08, നേവിൻ ഫ്ലോർ 3.60 ഡൗൺ ആയിരുന്നു. ഇന്നത്തെ മെയിൻലി ന്യൂസ് നോക്കുകയാണെങ്കിൽ വോഡാഫോൺ ഇന്ത്യ ഓൾമോസ്റ്റ് 19% വരെ ഡൗൺ ആയിട്ടുണ്ടായിരുന്നു. പോസിറ്റീവ് റിപ്പോർട്ട് വന്നായിരുന്നു ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന്, ബട്ട് സ്റ്റിൽ അതൊരു 19% ഡൗൺ ആയിട്ട് തിരിച്ചൊരു 10% ഡൗണിൽ അത് ക്ലോസ് ചെയ്തു. സോ മോസ്റ്റ്ലി വേറെ ഇമ്പോർട്ടൻറ്റ് ന്യൂസ് ഒന്നും ഇല്ല ഇന്ന്. സോ ഫർദർ നല്ലൊരു നാളത്തെ അനാലിസിസ് ആയിട്ട് നാളെ വരാം. സോ എല്ലാവർക്കും എൻ്റെ ന്യൂ ഇയർ വിഷസ്, ഹാപ്പി ന്യൂ ഇയർ ടു ഓൾ. താങ്ക് യു ഫ്രണ്ട്സ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുക പ്ലീസ്. താങ്ക് യു, താങ്ക്സ് ഫോർ വാച്ചിങ്.